ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ +1 മാത്സാണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സിലെ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എക്സർസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ സെറ്റ്സ്? നമുക്കറിയാം, സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്, അല്ലേ? എ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് സെറ്റ്സ്, വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഏതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി കളക്ഷൻ ഓഫ് ഓൾ ദി മന്ത്സ് ഓഫ് എ ഇയർ ബിഗിനിങ് വിത്ത് ദി ലെറ്റർ ജെ. അതായത് ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മാസങ്ങളുടെ ഒരു കളക്ഷൻ. അപ്പോൾ ആ കളക്ഷനിൽ ഏതൊക്കെ മന്തുകളാണ് ഉണ്ടാവുക? നമുക്കറിയാം, ജനുവരി, ജൂൺ, ജൂലൈ, അല്ലേ? ഈ 3 മാസങ്ങളാണ് ജെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വർഷത്തിൽ ഏതെങ്കിലും ഒരു മാസം ചൂസ് ചെയ്തിട്ട് അത് ഈ കളക്ഷനിൽ വരുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. വൺ ക്യാൻ ഡെഫിനറ്റ്ലി ഐഡൻറ്റിഫൈ എ മന്ത് ദാറ്റ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ. ഹെൻസ് ദിസ് കളക്ഷൻ ഈസ് എ സെറ്റ്. So it is a well defined collection, hence it is a set. Next one, the collection of 10 most talented writers in India. അപ്പോൾ മോസ്റ്റ് ടാലൻറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം ടാലൻറ്റ് വേരി ചെയ്യാം, അല്ലേ? പലതരം ടാലൻറ്റുകളുള്ള പേഴ്സൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണെന്ന് പറയാൻ പറ്റില്ല. So the collection of 10 most talented writer of India is not a well-defined collection because the criteria for determining a writer's talent vary from person to person. Hence this collection is not a set. അപ്പോൾ ക്രൈറ്റീരിയ വേരി ചെയ്യുന്നത് കൊണ്ട് അതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻ ഓഫ് ദി വേൾഡ്. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്. അതായത് ദ ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമിനിങ് a batsman's talent may vary from person to person. Hence, it is not a well-defined collection. So, this collection is not a set. Next one, the collection of all boys in your class. ഇതൊരു വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. ബിക്കോസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഐഡൻറ്റിഫൈ എ ബോയ് ഹു ബിലോങ്സ് ടു ദിസ് കളക്ഷൻ. ഈ കളക്ഷനിൽ പെട്ടതാണോ അല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഹെൻസ് ദിസ് കളക്ഷൻ ഈസ് എ സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ കളക്ഷൻ ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. അതായത് 100-നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും ഒരു കളക്ഷൻ. അതും വെൽ ഡിഫൈൻഡ് ആണ്. കാരണം നമുക്കൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് ഈ കളക്ഷനിൽ ഉള്ളതാണോ അല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എ സെറ്റ്. നെക്സ്റ്റ് വൺ, എ കളക്ഷൻ ഓഫ് നോവൽസ് റിട്ടൺ ബൈ ദ റൈറ്റർ മുൻഷി പ്രേംചന്ദ്. അതായത് മുൻഷി പ്രേംചന്ദിൻ്റെ നോവൽസ്, അദ്ദേഹം എഴുതിയ നോവൽസ്, അതിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ നമുക്കൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഈ കളക്ഷനിൽ പെടുന്നതാണോ അല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. സോ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് ആൻഡ് ദിസ് ഈസ് എ സെറ്റ്. നെക്സ്റ്റ്, ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റിജേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ബിക്കോസ് വൺ ക്യാൻ ഡെഫിനറ്റ്ലി ഐഡൻറ്റിഫൈ ആൻ ഈവൻ ഇൻറ്റിജർ ദറ്റ് ബിലോങ്സ് ടു ദിസ് കളക്ഷൻ. ഹെൻസ് ദിസ് കളക്ഷൻ ഈസ് എ സെറ്റ്. നെക്സ്റ്റ് വൺ, ദ കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്ഷൻ, ദറ്റ് ഈസ് ഓൾസോ വെൽ ഡിഫൈൻഡ്. സോ ഇറ്റ് ഈസ് എ സെറ്റ്. അതായത് നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഉള്ള ഒരു കളക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അത് ഈ കളക്ഷനിലുള്ളതാണോ, അതായത് ഈ ചാപ്റ്ററിലുള്ളതാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അതുകൊണ്ടാണത് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയുന്നത്. അതുകൊണ്ടാണത് സെറ്റാണെന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് അനിമൽസ് ഓഫ് ദി വേൾഡ്. ഇതൊരു വെൽ ഡിഫൈൻഡ് സെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിൻ്റെ ഓരോ അനിമൽസിനും പല രീതിയിൽ ഡേഞ്ചറസ് ആണ്, അല്ലേ? അതിൻ്റെ ആ ക്രൈറ്റീരിയ വേരി ചെയ്യും. അതായത് ദ ക്രൈറ്റീരിയ ഫോർ ഡിറ്റർമിനിങ് ദ ഡേഞ്ചർനെസ് ഓഫ് ആൻ അനിമൽ ക്യാൻ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ. സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അപ്പോൾ നമ്മളിവിടെ 9 ക്വസ്റ്റ്യൻസാണ് ചെയ്തത്. അപ്പോൾ ഇത് ചെയ്തതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ഇപ്പോൾ മോസ്റ്റ് ടാലൻറ്റഡ് അല്ലെങ്കിൽ ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ മോസ്റ്റ് ഡേഞ്ചറസ് അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ നമുക്ക് വെൽ ഡിഫൈൻഡ് ആണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളതൊന്നും സെറ്റായിരിക്കില്ല.
അപ്പോൾ ഒരു സെറ്റാണെന്ന് പറയണമെങ്കിൽ നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിലോങ്സ് ടു ദാറ്റ് സെറ്റ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റണം. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്നതാണ് സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.